തിരിച്ചു കേട്ടോ. ഇനി നമ്മൾ റാമോസ് കച്ചിലേക്കാണ് പോകണം. ഇവിടുന്ന് ഒരു 370 കിലോമീറ്റർ ഉണ്ടാണ്. ഇന്നെന്തായാലും എത്തില്ല, പിന്നെ എവിടെയും സ്റ്റേ ചെയ്യണം. നമുക്ക് നാളെ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്, സ്റ്റേയുടെ കാര്യം. ഇത് NH ആണ്, നമ്മളിത് NH ഇവിടെയാണ്. നമുക്കന്ന് പൂനെയിൽ വരുമ്പോൾ ഈ NH ആയതുകൊണ്ട് സ്റ്റേ സെറ്റ് ആവാൻ അങ്ങനെ വിഷയം കൂടി ഇതിലുണ്ട്. എന്തായാലും നോക്കിയോട്ടെ. ഹൈവേയിൽ സ്റ്റേ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലമാണ്, ഇവിടെയൊക്കെ കടകളോ ഒന്നുമില്ല, ഒഴിഞ്ഞ സ്ഥലം. എപ്പോഴേലും ഒരു പമ്പ് കിട്ടി. അപ്പം നമുക്ക് ഫുഡ് കുക്ക് ചെയ്യേണ്ട കാരണം പമ്പിൽ എടുക്കുക, പക്ഷെ കുറേ പ്രശ്നങ്ങളുണ്ടായില്ലേ. പെട്ടെന്നാണ് നമ്മളൊരു സൈഡിലൊരു കാഴ്ച ഉണ്ട്. അപ്പൊ അവിടേക്ക് ഒന്ന് പോയി നോക്കാ വെച്ചിട്ട് നമ്മളിപ്പോ നല്ലൊരു വെള്ളച്ചാട്ടം പറയാൻ സർപ്രൈസ് നോക്കാൻ. അപ്പൊ അതിന്റെ പൈസ കളയുന്നത് വെള്ളച്ചാട്ടം കണ്ടിട്ടാണെങ്കിൽ ഓകളുന്ന് തോന്നുന്നു. കാരണം പോത്തുകളെ കണ്ടിട്ട് ഇറങ്ങാൻ പറ്റുന്ന തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇറങ്ങാനില്ല, ഉള്ളിൽ ഇറങ്ങാനല്ല, അതിന്റെ മുകളിൽ നിൽക്കാനാ വന്നത്. കണ്ടിട്ട് നിർത്തിയാണ്, നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ അടുത്തുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. ചെക്ക് ഡാം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ വെള്ളം പോരാ. അങ്ങനൊന്ന് വെള്ളത്തിൽ ഇറങ്ങാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ വെള്ളം തീരെ വൃത്തിയില്ല. കരിങ്കല്ല് കൊണ്ട് പടുത്തുണ്ടാക്കിയതാണ്, നല്ല പഴക്കമുണ്ട് തോന്നുന്നുണ്ട്. നല്ല ഒരു ആർച്ച് രൂപത്തിലൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇതുണ്ടോ അതോ രൂപം കാണിച്ചു. അവിടെ ആ ആർച്ച് രൂപത്തിൽ കാണുന്നതിൻ്റെ ഉള്ളിൽ ഷട്ടറുകളാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു ഇൻവേർട്ടർ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. വണ്ടിയിലെ ഇൻവേർട്ടർ പുതിയത് വാങ്ങിയത് വോൾട്ടേജ് കുറവാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ, പുതിയതൊന്ന് കിട്ടാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അത് കാരണം റാൺ ഓഫ് കച്ചക്ക് പോണ വഴി ഒന്ന് മാറിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റാണ് തിരിയുന്നത് കേട്ടോ. നമ്മളിപ്പോ പോണ റാൺ ഓഫ് കച്ചക്കുള്ള വഴിയിലാണ്. ഇനി റാൺ ഓഫ് കച്ചിന്റെ ഇടയ്ക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് എന്നൊക്കെ ഇവിടുന്ന് കുറെ രാജസ്ഥാനികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനികള് ഗുജറാത്തിൽ നിന്ന് അവരെ നാട്ടിൽ പോകണം. അപ്പൊ അവര് ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല. ഇവിടെ വരേണ്ട ആവശ്യമില്ല കേട്ടോ. റാൺ ഓഫ് കച്ചിക്ക് പോവാന് പോർബന്തറിന്ന് ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു സാധനം വാങ്ങാണ്ടായിരുന്നു, അത് കാരണമാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ പോർബന്തറിന്റെ അടുത്ത ഭാഗങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ട്. ഇവിടെ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തത് കാരണം നമ്മൾ സോമനാഥ് എന്ന് പറഞ്ഞ ദ്വീപ് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം അത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ വേലിയേറ്റുണ്ട്, വേലിയേറ്റാണെന്ന് പറഞ്ഞ കടലില്. ഇത് നമ്മൾ എസ്കോബാർ പോണ് കണ്ടപ്പോൾ ഒരുപാട് ഭായിമാർ വന്നിട്ടേ നമ്മൾ എസ്കോബാറിനോട് നിർത്താൻ പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയതാണ് വണ്ടി. എസ്കോബാർ കാണാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത വർക്കുകളും കാര്യങ്ങളും നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർ പോയത്. ആ ഫോണെടുക്ക്, ഫോണ് നസീമ ക്യാമറ എടുക്ക്, ഫോട്ടോ.
സ്ഥലമാണ്, നമുക്ക് ഇവിടുന്ന് പരിചയപ്പെടാം എന്തായാലും. ബൈ, ഞാൻ गुजरात प्रकाश गोइसा में गुजरात राठौड़ गौरव राठौड़ प्रदेश राठौड़ की संजय दरबार नाम बोलो. संदीप राठौड़ संदीप നമ്മുടെ വണ്ടിയാണ് തടുത്ത് നിർത്തിയത്. ഹൈവേയിൽ പോയിട്ട് തടുത്ത് നിർത്തി നമ്മുടെ വണ്ടി കാണാൻ വേണ്ടി വന്നത്. ഇത് ഭായിമാരെ വണ്ടി കേട്ടോ. ഇത് ഇന്നോവയുടെ ഒരു മോഡലാണ്. ഇത് ഏതോ ഒരു നടിയിലിരുന്ന് വാങ്ങിയതാന്നൊക്കെ പറഞ്ഞു. ഒരു ബംഗാളി നടിയിലിരുന്ന് വാങ്ങിയതാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വണ്ടിയാണ്, കുറേ സിനിമയിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരിത് കൊണ്ടു നടക്കുന്നത്. നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. നല്ല ബ്ലാക്ക് ഒരു ഷെയ്ഡ് തന്നെ, വല്ല സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാതെ. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ ഇങ്ങനെ സ്ക്രാച്ച് ഇല്ലാത്ത വണ്ടികൾ കാണാൻ കുറവാണ്. അവർ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടികൾ. അപ്പോൾ ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഒട്ടകങ്ങളുമായിട്ട് ഇങ്ങനെ ആൾക്കാർ പോകണം. നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കാണാൻ, നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളെ സ്ഥിരം ആൾ വന്നിട്ടുണ്ട്. മഴ കേട്ടോ, ഇന്ന് കുറച്ച് നേരത്തെയാണ്, ഉച്ച 4 മണിയാവണേ ഉള്ളൂ. അപ്പോൾ അപ്പോഴതിന് തന്നെ മഴ കാര്യമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഇന്നിപ്പോൾ വല്ലാതെ ഇരുട്ടാവണ പോലെ ഉണ്ട് ഏകദേശം. നേരത്തെ സ്റ്റേ നോക്കേണ്ടി വരും. പെരുന്നാളിന്റെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു നിതീഷ? സൂപ്പറായി. ചിക്കൻ കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും സംഭവം ഉഷാറായി. വൈകിട്ടാണെങ്കിലും അത് ഇവിടെ പ്രശ്നമൊന്നുമില്ല, ചിക്കന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞങ്ങളോട് അവിടുന്ന് ഒരാൾ പറഞ്ഞു ഇവിടുന്ന് 15 കിലോമീറ്റർ പോയിട്ട് വെക്കാൻ പറ്റുള്ളൂ, ഇവിടെ അടുത്തൊന്നും വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ആൾക്ക് അറിയാണ്ട് തോന്നുന്നു. അന്വേഷിച്ചപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ചിക്കൻ പ്രശ്നമൊന്നുമില്ല. ഒന്ന് പേടിച്ച്, പിന്നെ വിശപ്പല്ലേ, ഏത് പേടിനേക്കാളും വലുത് വിശപ്പല്ലേ. അപ്പോൾ വേഗം ഒരു 2 മണി കഴിഞ്ഞിരിക്കും. അപ്പോൾ വേഗം പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നോക്കി. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് യാത്ര നിൽക്കുക. നസീമൊക്കെ എഡിറ്റ് ചെയ്യണോ, ഷെരീഫൊക്കെ എഡിറ്റിങ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈഡ് ചെയ്യാണ്. അതെ, നസീമിനെ ഗൈഡ് ചെയ്യണം. ഞങ്ങളതാ നാട്ടിൽ നിന്ന് കൊടുന്ന ചിപ്സ് കുറച്ചും കൂടി ബാക്കിയുണ്ട്, അത് ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എഡിറ്റ് ചെയ്യണ ആൾക്കാരൊന്നും ഞങ്ങൾ ശല്യപ്പെടുത്തുന്നില്ല, അത് ഞങ്ങൾ ഒറ്റക്ക് നോക്കാനുള്ള തീരുമാനത്തിലാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും നേരെ നോക്കി. ഇത് ഞങ്ങൾ കണ്ണടച്ചിട്ടാണ് കേട്ടോ ശരിക്ക അത് നോക്കണത്. പക്ഷെ ആള് ശ്രദ്ധിക്കുന്നുണ്ട്, ഉറങ്ങല്ല, കണ്ണടച്ചിക്കണമെന്നുള്ളു. കച്ചത്ത ഇനി ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് കേട്ടോ, 10-50 കിലോമീറ്ററിൻ്റെ മുകളിൽ പോകേണ്ടതുണ്ട്. പക്ഷെ അതിൻ്റെ ഒരുപാട് മുന്നേ തന്നെയുള്ള കാഴ്ചകളാണിത്. ഇത് കുറേ ഉപ്പളങ്ങളാണ്. ഇങ്ങനെ കെട്ടി നിർത്തുന്ന വെള്ളത്തിന് ഉപ്പളങ്ങൾ എന്നാണ് പറയുക എന്നാണ് പണ്ട് പഠിച്ചിട്ടുള്ളത്. ചില ഭാഗത്ത് ഉപ്പ് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ കുറേ വണ്ടിക്കാർ വന്ന് കൊണ്ടുപോകണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, ഞാൻ കേരള കണ്ടപ്പോ അപ്പൊ ഏകദേശം നല്ല ഇട്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു ആകാശത്തിനൊക്കെ നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാനും. നല്ല ഒരു പക്ഷേ ചില സമയത്ത് മഴ പെയ്യുമ്പോൾ നമ്മൾ പേടിയും വരും കേട്ടോ നമുക്ക് ഓട്ടോമാറ്റിക്. കാരണം നല്ല ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും ആ സമയങ്ങളിൽ ഇവിടെ കാണുന്നത്. പക്ഷേ രാത്രിയായി തുടങ്ങി, ഇരുട്ട് വീഴുന്നു. റൂമൊന്നും ഇതുവരെ സെറ്റായിട്ടില്ല. ഇപ്പോൾ ഒരാളെ കണ്ടിട്ടുണ്ട്, അയാൾ റൂം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബായിയുടെ റൂമാണ് കേട്ടോ അത്. ഭരത് ബായി എന്നാണ് ഇദ്ദേഹത്തിൻ്റെയും പേര്. ഞങ്ങൾക്കിപ്പോൾ ഗുജറാത്തിൽ 3ാമതാണ് ഒരു ഭരത് ബായി റൂം സെറ്റ് ചെയ്ത് തരുന്നത്. ഇനിയിപ്പോൾ ഏകദേശം കിടക്കണം. നാളെ രാവിലെ നേരത്തെ നീച്ച് ഓടേണ്ടതാണ്. ഏകദേശം 160 കിലോമീറ്ററും കൂടി ഇനി ഓടാണ്ട് ഇവിടുന്ന്.